ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തിയുടെ അവതാരമായ ഭദ്രകാളി ഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ദേവിയുടെ പ്രതിഷ്ഠ. 13 കരകൾ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ചെട്ടിക്കുളങ്ങര ദേവിയെ ഓണാട്ടുകരയുടെ പരദേവതയെന്നും വിളിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന് മുന്നിലായി 1001 തിരികൾ കത്തിക്കാവുന്ന 13 തട്ടുകളുള്ള ആൽവിളക്ക് നിൽപ്പുണ്ട്. ഇതിൽ നെയ്യൊഴിച്ചാണ് ഈ വിളക്കുകൾ കത്തിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഈ വിളക്കിലെ ഓരോ തട്ടും ഓരോ കരകളെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ദേവി പ്രഭാതത്തിൽ വിദ്യാദേവതയായ സരസ്വതിയായും, മധ്യാഹ്നത്തിൽ ഐശ്വര്യപ്രദായിനിയായ മഹാലക്ഷ്മിയായും, സായാഹ്നത്തിൽ ദുഃഖനിവാരിണിയായ ശ്രീപാർവതി ദേവിയായും വിളങ്ങുന്നു എന്നാണ് സങ്കല്പം. അതിനാൽ 3 നേരങ്ങളിലും 3 രീതിയിലുള്ള പൂജകളാണ് നടത്തുന്നത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബഹുവേര വിധി പ്രകാരമാണ് ചെട്ടിക്കുളങ്ങരയിലെ ഭഗവതി പ്രതിഷ്ഠ നടന്നിട്ടുള്ളത്. വരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ഭദ്രകാളിയുടെ ദാരുബിംബമാണ് മുഖ്യപ്രതിഷ്ഠ. കൂടാതെ കണ്ണാടിയിൽ ഭദ്രകാളിയുടെ ചെറിയ കർമ്മബിംബവും ഭദ്രകാളി രൂപത്തോടുകൂടിയ ഗുരുസുബിംബവും ചേർന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശബരിമല കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന 2ാമത്തെ ക്ഷേത്രമാണ് ചെട്ടിക്കുളങ്ങര ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങൾ നിരവധിയുണ്ട്. അതിൽ ഏറ്റവും പ്രചാരമുള്ള ഐതിഹ്യത്തിലേക്ക്. ചെട്ടിക്കുളങ്ങരയിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയുള്ള കൊയ്പ്പള്ളിക്കരായ്മ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം കാണാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചില നാട്ടുപ്രമാണിമാർ പോയിരുന്നു. നാട്ടുപ്രമാണിമാരെ കൊയ്പ്പള്ളിക്കരായ്മ ക്ഷേത്രത്തിലെ ക്ഷേത്രഭാരവാഹികളും ഗ്രാമത്തലവന്മാരും അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. മാനഹാനിയിൽ മനംനൊന്ത് അവർ പ്രതികാരമായി ചെട്ടിക്കുളങ്ങരയിൽ ഒരു ഭഗവതി ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. ചെട്ടിക്കുളങ്ങരയിലെ ജനങ്ങൾ ഈ ലക്ഷ്യത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. പ്രദേശത്തെ കുടുംബങ്ങളിലെ കാരണവന്മാർ നേതൃത്വം നൽകി. ഈ ദൗത്യത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം തേടാൻ കാരണവന്മാർ തീരുമാനിച്ചു. അങ്ങനെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവർ കൊടുങ്ങല്ലൂരിലെത്തി. അങ്ങനെ ദേവിയെ പ്രീതിപ്പെടുത്താൻ 12 ദിവസം അവർ അവിടെ ഭജനം നടത്തി. 12ാമത്തെ ദിവസം സ്വപ്ന ദർശനത്തിൽ താൻ ഉടൻ തന്നെ ചെട്ടിക്കുളങ്ങരയിലേക്ക് വരുമെന്ന് ദേവിയുടെ അരുളപ്പാടുണ്ടായി. പിറ്റേ ദിവസം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് നൽകിയ വാളുമായി അവർ സന്തോഷത്തോടെ ചെട്ടിക്കുളങ്ങരയിലേക്ക് മടങ്ങി ക്ഷേത്രത്തിന്റെ ജോലികൾ തുടർന്നു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അടുത്തുള്ള കരീപ്പുഴ തോട്ടിലെ കടത്തുകാരൻ വൈകുന്നേരം തന്റെ ജോലി അവസാനിപ്പിച്ച് മടങ്ങാൻ നേരം ഒരു വൃദ്ധ ചെട്ടിക്കുളങ്ങരയിലേക്ക് പോകുന്നതിന് സഹായം അഭ്യർത്ഥിച്ചു. രാത്രി ആയതിനാൽ കടത്തുകാരൻ വൃദ്ധയെ സഹായിക്കുകയും ചെട്ടിക്കുളങ്ങരയിലേക്ക് കൂടെ അനുഗമിക്കുകയും ചെയ്തു. വഴിമധ്യേ ക്ഷീണമകറ്റാൻ ഒരു വൃക്ഷച്ചോട്ടിൽ വിശ്രമിച്ചു. കടത്തുകാരൻ തൊട്ടടുത്തുള്ള അലക്കുകാരന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണവും ദാഹജലവും വൃദ്ധയ്ക്ക് നൽകി. ക്ഷീണം കൊണ്ട് കടത്തുകാരൻ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ വൃദ്ധയെ കാണാതായി. തുടർന്ന് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെങ്കിലും വൃദ്ധയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ വിവരമറിഞ്ഞ പ്രദേശവാസികൾ ദേവി ചെട്ടിക്കുളങ്ങരയിൽ എത്തിയതായി മനസ്സിലാക്കി. തൊട്ടടുത്ത ദിവസം ഒരു ബ്രാഹ്മണ വീടിന്റെ വാർഷിക അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ അന്തർജനം കഞ്ഞിയും മുതിരപ്പുഴുക്കും അസ്ത്രവും ഉണ്ടാക്കി പണിക്കാർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു വൃദ്ധ സ്ത്രീ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം കഴിഞ്ഞ ഉടനെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുകയും തിളങ്ങുന്ന പ്രകാശത്തോടെ വായുവിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഈ വിവരം നാട്ടിലറിയുകയും പ്രമാണിമാർ എല്ലാവരും കൂടി ജ്യോതിഷികളെ കണ്ട് പ്രശ്നം വച്ചപ്പോൾ ഭഗവതി ചെട്ടിക്കുളങ്ങരയിൽ എത്തിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ആദിശങ്കരന്റെ പ്രധാന ശിഷ്യനായ പത്മപാദാചാര്യൻ മകരമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയപ്പെടുന്നു. കൊടുങ്ങല്ലൂർ അമ്മയുടെ മകളാണ് ചെട്ടിക്കുളങ്ങര അമ്മയെന്നും വിശ്വസിക്കുന്നു. ചാന്താട്ടവും കുത്തിയോട്ടവുമാണ് പ്രധാന വഴിപാടുകൾ. ഉച്ചപൂജ നേരത്ത് 9 കുടങ്ങളിലായി പൂജിച്ച ജലം ഭഗവതിയുടെ ദാരുവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ചാന്താട്ടം. ദേവിക്ക് നിത്യവും സമർപ്പിക്കുന്ന ചടങ്ങാണിത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് കുംഭഭരണി. എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് കാലയളവിലാണ് ഉത്സവം നടത്തുന്നത്. ഉത്സവ ദിവസം ഉച്ച കഴിഞ്ഞ് പ്രശസ്തമായ കെട്ടുകാഴ്ച ഉത്സവം നടക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 13 കരകളുടെ പങ്കാളിത്തത്തോടെയാണ് കെട്ടുകാഴ്ച നടക്കുന്നത്. ഭീമാകാരമായി അലങ്കരിച്ച ഭീമൻ രഥങ്ങളും പാഞ്ചാലി, ഹനുമാൻ എന്നീ ഇതിഹാസ രൂപങ്ങളും ഘോഷയാത്രയായി ക്ഷേത്രത്തിന് കിഴക്ക് വശത്തായുള്ള വയലിൽ എത്തിക്കുന്നു. രാത്രി സമയത്ത് ഭഗവതി ഘോഷയാത്രയായി എഴുന്നള്ളി വയലിലുള്ള എല്ലാ രൂപങ്ങളെയും സന്ദർശിച്ച് ഭഗവതി 13 കരകളിലും പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. ഈ രൂപങ്ങൾ പിന്നീട് ഓരോ കരകളുടെയും കാവുകളിലേക്ക് കൊണ്ടുപോകുന്നു. കെട്ടുകാഴ്ച എഴുന്നള്ളത്ത് ഓരോ കരയുടെയും ക്രമം അനുസരിച്ചാണ് വയലിൽ ഇറക്കുക. സ്ഥലവാസികൾ കൊഞ്ചുമാങ്ങ എന്ന വിഭവം ഉണ്ടാക്കുന്നു. ഇത് വീട്ടിലെ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭഗവതിയുടെ പ്രസാദമായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിനു സമീപത്തെ ഒരു വീട്ടമ്മ കൊഞ്ചുമാങ്ങ കറി പാചകം ചെയ്യുന്നതിനിടെ
കുത്തിയോട്ട ഘോഷയാത്ര കടന്നു പോകുമ്പോൾ ഘോഷയാത്ര കാണണമെന്ന് ആ വീട്ടമ്മയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായി. എന്നാൽ അടുപ്പിലിരിക്കുന്ന കൊഞ്ചുമാങ്ങ കറി വിട്ടുപോകാൻ വീട്ടമ്മയ്ക്ക് ആകുമായിരുന്നില്ല. തുടർന്ന് കൊഞ്ചുമാങ്ങ കറി കരിയരുതേ എന്ന് ഭഗവതിയെ വിളിച്ച് കേണപേക്ഷിച്ച് വീട്ടമ്മ കുത്തിയോട്ടം കാണാൻ പോയി. മടങ്ങിയെത്തിയപ്പോൾ കൊഞ്ചുകറി തയ്യാറായി അടുപ്പിൽ നിന്ന് വാങ്ങി വച്ചിരിക്കുന്നു. തുടർന്ന് ഈ വിവരം പ്രദേശമാകെ പരക്കുകയും കാലാന്തരത്തിൽ കൊഞ്ചുമാങ്ങ എന്ന വിഭവം കുംഭഭരണിക്ക് ചെട്ടിക്കുളങ്ങരക്കാർക്ക് ഒഴിച്ചുകൂടാനാവാത്തതായി മാറിയെന്ന് ഐതിഹ്യം. മീനമാസത്തിലെ അശ്വതി നക്ഷത്രവും പ്രധാനമാണ്. ഇന്നേ ദിവസം ചെട്ടിക്കുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂരിലേക്ക് പോകുമെന്നാണ് വിശ്വാസം. ഭഗവതിയെ യാത്രയാക്കാൻ അശ്വതി നാളിൽ കാഴ്ചക്കണ്ടം നിറയെ ചെറുതും വലുതുമായ കെട്ടുകാഴ്ചകൾ കൊണ്ട് നിറയുന്നു. ദേവിയുടെ വികാരനിർഭയമായ യാത്രാ ചടങ്ങ് കാണേണ്ട കാഴ്ച തന്നെയാണ്. നവരാത്രി സംഗീതോത്സവവും വിജയദശമി വിദ്യാരംഭവുമാണ് മറ്റ് പ്രധാന ദിവസങ്ങൾ. മകരമാസത്തിലെ കാർത്തിക നാളിൽ ചെട്ടിക്കുളങ്ങര പൊങ്കാല നടക്കുന്നു. ഭക്തജനങ്ങൾ നടത്തുന്ന മറ്റൊരു നേർച്ചയാണ് കുതിരമൂട്ടിൽ കഞ്ഞി. പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് ഇന്നും ഈ വഴിപാട് നടത്തുന്നത്. ചെട്ടിക്കുളങ്ങര ദേവി ഈ നാട്ടിൽ വന്നപ്പോൾ ആദ്യമായി കഴിച്ച ആഹാരം എന്നൊരു സങ്കല്പവും ഇതിനു പിന്നിൽ കാണാം. ക്ഷേത്രത്തിനോട് ചേർന്ന് നിരവധി ഉപദേവതാ പ്രതിഷ്ഠകളുണ്ട്. ഗണപതി, ബാലകൻ, യക്ഷി, നാഗരാജാവ്, നാഗയക്ഷി, ദേവാരമൂർത്തി തുടങ്ങിയവരെ യഥാവിധി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആനകളെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തേക്ക് എഴുന്നള്ളിക്കാറില്ല എന്ന പ്രത്യേകതയും ഉണ്ട് ഇവിടെ. ക്ഷേത്രം രാവിലെ 5 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയും തുറന്നിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.